വചനം ആത്മമാരിയ ആത്മീയമാമുണർവാലേ ദീപ്തമാക്കണേ. വചനം മഴയായി പെയ്യും, കൃപതൻ നിറവായൊഴുകും, വിടുതൽ നൽകുന്ന വചനം, അറിവിൻ്റെ പൊരുളാകും വചനം, സൗഖ്യമാ ജീവന. ആത്മീയ ഉണർവ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കാരുണ്യവാനായ കർത്താവേ, ലോകം മുഴുവൻ ഈ ശുശ്രൂഷയുടെ ഭാഗമായി അങ്ങയുടെ വചനം ശ്രവിക്കുന്ന ഓരോ വ്യക്തിയെയും അങ്ങയുടെ തിരുഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നു. മരുന്നോ ലേപന ഔഷധമോ അല്ല, അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത് എന്ന ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിലെ ആ തിരുവചനം ഞങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു. അങ്ങയുടെ തിരുവചനം ശ്രവിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഞങ്ങൾക്ക് ലഭിക്കട്ടെ. പരിശുദ്ധാത്മാവ് നൽകുന്ന സൗഖ്യം ഞങ്ങളുടെ കുടുംബങ്ങളിലും ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിലും അനുഭവവേദ്യമാകട്ടെ. തമ്പുരാനെ, അങ്ങയുടെ തിരുവചനത്തിൻ്റെ അഭിഷേകവും അനുഗ്രഹവും ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക്, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് ചൊരിയണമേ. ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അവിടുത്തെ തിരുഹൃദയം തുറന്ന് തിരുരക്തം ഞങ്ങളിലേക്ക്, ഈ വചനം ശ്രവിക്കുന്ന ഓരോ വ്യക്തിയിലേക്കും ഒഴുകിയിറങ്ങട്ടെ. എല്ലാ തിന്മയുടെ ശക്തികളും എല്ലാ അന്ധകാര ശക്തികളും യേശുനാമത്തിൻ്റെ ശക്തിയിൽ നിർവീര്യമാകട്ടെ. അങ്ങയുടെ തിരുവചനത്തിൻ്റെ ശക്തിയിൽ നിർവീര്യമാകട്ടെ. യേശുനാമം മഹത്വപ്പെടട്ടെ. യേശുനാമത്തിൻ്റെ ശക്തി ഈ നിമിഷങ്ങളിൽ ഞങ്ങളിൽ ഓരോരുത്തരിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും വിളങ്ങി നിൽക്കട്ടെ. ആമേൻ. പ്രിയമുള്ളവരെ, നമുക്ക് ഒരു വചനഭാഗം ശ്രവിക്കാം. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 16-ാം അധ്യായം 13 മുതലുള്ള തിരുവചനങ്ങൾ. യേശു കേസറിയ ഫിലിപ്പി പ്രദേശത്തെത്തിയപ്പോൾ ശിഷ്യന്മാരോട് ചോദിച്ചു, മനുഷ്യപുത്രൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? അവർ പറഞ്ഞു, ചിലർ സ്നാപക യോഹന്നാൻ എന്നും, മറ്റു ചിലർ ഏലിയ എന്നും, വേറെ ചിലർ ജെറമിയ അല്ലെങ്കിൽ പ്രവാചകരിൽ ഒരുവൻ എന്നും പറയുന്നു. അവൻ അവരോട് ചോദിച്ചു, എന്നാൽ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? ശിമയോൻ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. യേശു അവനോട് അരുളി ചെയ്തു, യോനായുടെ പുത്രനായ ശിമയോനെ, നീ ഭാഗ്യവാൻ. മാംസരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് നിനക്ക് ഇത് വെളിപ്പെടുത്തി തന്നത്. ഞാൻ നിന്നോട് പറയുന്നു, നീ പത്രോസാണ്. ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും. നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും. നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. പ്രിയമുള്ളവരെ, നാം എല്ലാം ഒരുപാട് തവണ ധ്യാനിച്ചിട്ടുള്ള തിരുവചന ഭാഗമാണല്ലോ പത്രോസിൻ്റെ ഈ വിശ്വാസ പ്രഖ്യാപനം. വളരെ മനോഹരമായ, ഒരു പക്ഷേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് തവണ ധ്യാനിക്കേണ്ട ഒരു തിരുവചന ഭാഗമാണിത്. കാരണം പത്രോസ് തൻ്റെ വിശ്വാസത്തിൻ്റെ ആഴത്തിൽ നിന്നും യേശുവിനെക്കുറിച്ച് പറയുന്ന ആ ഒരു തിരുവചനം, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. നീ ജീവിക്കുന്ന ദൈവമാണ്. അതിനെ തുടർന്നാണല്ലോ പത്രോസിനോട് യേശു ഇപ്രകാരം പറയുന്നത്, സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും. നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. പ്രിയമുള്ളവരെ, എത്രയോ വലിയ അധികാരമാണ് ഈ ഒരു മനുഷ്യന് ദൈവം പകർന്നു നൽകുക. ഈ വചനഭാഗം ധ്യാനിക്കുമ്പോൾ പത്രോസിൻ്റെ ജീവിതത്തിൻ്റെ ആ ആരംഭത്തിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുന്നത് നല്ലതാണ്. കാരണം ഈ മനുഷ്യൻ്റെ ജീവിതം നമ്മുടേതുമായി വളരെയധികം ചേർന്ന് നിൽക്കുന്ന, നമ്മുടെ ഒരുപാട് ബലഹീനതകളോട് ഏറെ സദൃശ്യപ്പെട്ട ഒരു ജീവിതമാണ്.
വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷത്തിൻ്റെ 4-ാം അധ്യായത്തിൽ യേശു തൻ്റെ ആദ്യ ശിഷ്യരെ വിളിക്കുന്നത് നമ്മൾ കാണും. അവിടെ പത്രോസിനെയും സഹോദരനായ അന്ത്രയോസിനെയും യേശു വിളിച്ചു ചേർക്കുകയാണ്. അവിടുന്ന് കടൽ തീരത്തുകൂടെ നടന്ന് അവരുടെ അരികിലെത്തി ഇത്ര മാത്രമേ പറയുന്നുള്ളൂ, എന്നെ അനുഗമിക്കുക. വചനം പറയും, ഉടനെ വഞ്ചിയും വലയും ഉപേക്ഷിച്ച് അവർ യേശുവിനെ അനുഗമിച്ചു. ആരംഭം മുതലേ ചടുലമായ പ്രതികരണങ്ങളുടെ ഒരു മനുഷ്യനായാണ് പത്രോസിനെ നമ്മൾ കാണുക. ആ വചനഭാഗം ധ്യാനിക്കുമ്പോൾ ഒരു പക്ഷേ നമ്മുടെ എല്ലാം ഉള്ളിൽ ഉയരാവുന്ന ഒരു ചിന്ത ഇതാണ്: എങ്ങനെയാണ് ഒരു മനുഷ്യന് ഇത്ര വേഗം പ്രതികരിക്കാൻ, ഇത്ര വേഗം ഉത്തരം നൽകാൻ കഴിയുക? കാരണം യേശു ഈ പത്രോസിനെയും അന്ത്രയോസിനെയും ഒക്കെ സമീപിക്കുന്നത് യാതൊരു വിധ വാഗ്ദാനങ്ങളും നൽകാതെയാണ്. ജീവിതത്തിന് യാതൊരു സുരക്ഷയുമില്ലാത്ത ഒരു അവസ്ഥയിലാണ്. കാരണം ദൈവം തന്നെ പറയുന്നുണ്ട്, ക്രിസ്തു തന്നെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, മനുഷ്യപുത്രന് തല ചായ്ക്കാൻ ഇടമില്ല. തല ചായ്ക്കാൻ ഇടമില്ലാത്തവനായി, ഈ ലോകം നൽകുന്ന സുരക്ഷിതത്വങ്ങൾ ഒന്നുമില്ലാത്തവനായാണ് യേശു പത്രോസിനെയും അന്ത്രയോസിനെയും മറ്റു ശിഷ്യന്മാരെയും ഒക്കെ സമീപിക്കുക. എങ്കിലും യേശുവിൻ്റെ സ്വരം കേട്ടയുടനെ ഉത്തരം നൽകുന്ന ഒരു പത്രോസിനെ നമുക്ക് കാണാൻ കഴിയും. വീണ്ടും യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ വിളിയുടെ മറ്റൊരു തലമാണ് വചനം അവതരിപ്പിക്കുക. അന്ത്രയോസ് പത്രോസിനെ കൂട്ടി യേശുവിൻ്റെ അരികിലേക്ക് വരുന്നു. യേശുവിൻ്റെ അരികിലേക്ക് പത്രോസ് വരുമ്പോൾ തന്നെ അവിടുന്ന് അവനെ നോക്കി ഇപ്രകാരം പറയുന്നു, നീ പത്രോസാണ്, നീ പാറയാണ്. പ്രിയമുള്ളവരെ, ഇത്ര ബലഹീനതകളുള്ള, ഇത്ര കുറവുകളുള്ള ഒരു മനുഷ്യനെ നോക്കി എപ്രകാരമാണ്, എങ്ങനെയാണ് ദൈവത്തിന് ഇത് പറയാൻ കഴിഞ്ഞത്, നീ പാറയാണ് എന്ന്? കാരണം പത്രോസിൻ്റെ ജീവിതത്തിലുടനീളം ഒരുപാട് വീഴ്ചകൾ, ഒരുപാട് ബലഹീനതകൾ വന്നു ഭവിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ആ ബലഹീനതകൾ തന്നെയാണ് ഒരു പക്ഷേ ആ മനുഷ്യൻ്റെ ജീവിതത്തോട് നമ്മെ ഓരോരുത്തരെയും കൂടുതൽ അടുപ്പിക്കുക. കാരണം പലയാവർത്തി പലതവണ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വന്നു ഭവിച്ചിട്ടുള്ള ചില ബലഹീനതകളാണ് ആ മനുഷ്യൻ്റെ വ്യക്തി ജീവിതത്തിലും നമുക്ക് പ്രകടമായി കാണാൻ കഴിയുക. കാരണം മത്തായി അറിയിച്ച സുവിശേഷത്തിൻ്റെ 16-ാം അധ്യായത്തിലെ വചനഭാഗമാണല്ലോ നമ്മൾ വായിച്ചു കേട്ടത്. അവിടെ പത്രോസ് വിശ്വാസത്തിൻ്റെ ആഴത്തിൽ നിന്നും പറയുന്നുണ്ട്, യേശുവിനോടുള്ള സ്നേഹത്തിൻ്റെ ആഴത്തിൽ നിന്നും പറയുന്നുണ്ട്, നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. പക്ഷേ തുടർന്ന് വായിക്കുമ്പോൾ നാം അവിടെ കാണുന്ന ഒരു കാര്യം ഇതാണ്: യേശു തൻ്റെ സഹനത്തെക്കുറിച്ച്, താൻ ചുമക്കാൻ പോകുന്ന, വഹിക്കാൻ പോകുന്ന കുരിശിനെക്കുറിച്ച് ശിഷ്യന്മാരെ ഓർമ്മിപ്പിക്കുമ്പോൾ പത്രോസ് ഇപ്രകാരമാണ് യേശുവിനോട് പറയുക, ദൈവം കനിയട്ടെ കർത്താവേ, ഇതൊരിക്കലും നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ. ആരംഭം മുതലേ കുരിശിനെ ഭയക്കുന്ന, കുരിശ് വേണ്ടെന്ന് പറയുന്ന, സഹനങ്ങളുടെ നേരെ തിരിഞ്ഞു നിൽക്കുന്ന ഒരു മനുഷ്യനായിട്ടാണ് പത്രോസിനെ വചനം, സുവിശേഷങ്ങൾ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുക. അതുകൊണ്ട് താൻ ആഗ്രഹിക്കാത്ത, താൻ ഭയപ്പെടുന്ന ഈ കാര്യങ്ങൾ ഒരിക്കലും തൻ്റെ ഗുരുവിനും വന്നു ഭവിക്കരുത് എന്ന് ആ മനുഷ്യൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് തികച്ചും മാനുഷികമായ ചിന്തകളോടെ, തികച്ചും ഈ ലോകത്തിൻ്റെ വ്യക്തിയായി നിന്നുകൊണ്ട് പത്രോസ് ഇപ്രകാരം പറയുകയാണ്, ഇത് നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ. നമുക്കറിയാം യേശു അവനെ വിളിക്കുന്നത് സാത്താനെ എന്നാണ്. സാത്താനെ എൻ്റെ മുൻപിൽ നിന്ന് പോകൂ, നീ എനിക്ക് പ്രതിബന്ധമാണ്, നിന്റെ ചിന്ത ദൈവികമല്ല, മാനുഷികമാണ്. അതിനുള്ള ഉത്തരമായാണ് പത്രോസിൻ്റെ ഈ ഒരു പ്രതികരണത്തിനുള്ള ഉത്തരമായാണ് മനോഹരമായ ഒരു വചനം തമ്പുരാൻ നമുക്കായി നൽകുക. 24-ാം തിരുവചനം 16-ാം അധ്യായം, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. പ്രിയമുള്ളവരെ, യേശു പത്രോസിനോട് വ്യക്തമായി പറഞ്ഞു, നിന്റെ ചിന്ത ദൈവികമല്ല, അത് മാനുഷികമാണ്. ഇങ്ങനെ മാനുഷികമായ ചിന്തകളുമായി മുൻപോട്ട് പോയ ഒരു ശിഷ്യൻ, ഒരു പക്ഷേ ഈ ലോകത്തോട് ഏറെ ചേർന്ന് നിന്ന് ജീവിച്ച ഒരു മനുഷ്യൻ,
അതൊക്കെയായിരുന്നു പത്രോസ്. വീണ്ടും യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായത്തിൽ യേശുവിനെ ബന്ധിക്കാനായി ആളുകൾ കടന്നു വരുമ്പോൾ, യൂദാസ് യേശുവിനെ ഒറ്റിക്കൊടുക്കുമ്പോൾ പത്രോസ് അവിടെയും ചടുലമായ ഒരു പ്രതികരണം നടത്തുന്നുണ്ട്. തൻ്റെ ഉറയിൽ നിന്നും വാളൂരി പ്രധാന പുരോഹിതൻ്റെ സേവകൻ്റെ ചെവി ഛേദിച്ച് കളയുന്ന പത്രോസ്. അവിടെയും യേശു പത്രോസിന് താക്കീത് നൽകുന്നുണ്ട്. ആ വാൾ തിരിച്ചു വെക്കാൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഇങ്ങനെ ബലഹീനതകളുടെ ഒരു ജീവിതമായിരുന്നു പത്രോസിൻ്റേത്. നമ്മുടെയൊക്കെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ, നമ്മെ തന്നെ നാം പരിശോധിക്കുമ്പോൾ ഇപ്രകാരമുള്ള പല കാര്യങ്ങളും നമുക്ക് കാണുവാൻ കഴിയും. എത്രയോ തവണ യേശുവിൻ്റെ മുൻപിൽ നിന്ന് നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്, നീ എൻ്റെ ദൈവമാണ്, ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ വ്യക്തികളാണ് നാം ഓരോരുത്തരും. ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ അവൻ ഇന്നും ജീവിക്കുന്നു എന്ന് നമ്മുടെ നാവുകൊണ്ട് തന്നെ, നമ്മുടെ ഹൃദയം കൊണ്ട് തന്നെ നമ്മൾ ഏറ്റുപറയുമ്പോഴും പ്രിയമുള്ളവരെ, വീഴ്ചകളുടെ ഒരു നിര അത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പ്രകടമായി കാണുവാൻ കഴിയും. പത്രോസ് അഹങ്കാരത്തോടുകൂടി പറഞ്ഞ ഒരു കാര്യമുണ്ട്: മറ്റാരൊക്കെ നിന്നെ ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല. മത്തായി അറിയിച്ച സുവിശേഷത്തിൻ്റെ 26-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന ഒരു സംഭവമാണ്. എല്ലാവരും തന്നെ ഉപേക്ഷിക്കും, താൻ ഈ വേദനകളിലൂടെ എല്ലാം കടന്നു പോകും എന്ന് യേശു ഓർമ്മിപ്പിക്കുമ്പോൾ പത്രോസ് വ്യക്തമായി അവിടുത്തോട് പറയുകയാണ്: മറ്റാരൊക്കെ നിന്നെ ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല. ദൈവം, ക്രിസ്തു ആ മനുഷ്യനെക്കുറിച്ച് കൃത്യമായി വ്യക്തമായി അറിഞ്ഞിരുന്നു. ദൈവം പത്രോസിനെ ഓർമ്മപ്പെടുത്തി, ഇന്ന് കോഴി കൂവുന്നതിന് മുൻപ് നീ 3 പ്രാവശ്യം എന്നെ തള്ളിപ്പറയും. അത് സംഭവിച്ചു. പ്രിയമുള്ളവരെ, നമുക്ക് ഒരു പക്ഷേ ദുഃഖവെള്ളിയാഴ്ചകളിൽ ഒക്കെ ധ്യാനിക്കുന്ന, ഒരുപാട് നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന ഒരു ഭാഗമാണല്ലോ അത്. പത്രോസ് യേശുവിനെ തള്ളിപ്പറയുന്ന ആ തിരുവചന ഭാഗം. 1 അല്ല 3 പ്രാവശ്യം ഇവനെ എനിക്കറിയില്ല, എനിക്ക് ഇവനുമായി യാതൊരു ബന്ധവുമില്ല എന്ന് പറയുന്ന ഒരു ശിഷ്യൻ. അതൊക്കെയായിരുന്നു പത്രോസ്. ഒരിക്കലും നിന്നെ ഉപേക്ഷിക്കില്ല എന്ന് പറഞ്ഞ ആ മനുഷ്യൻ ഇവനെ അറിയില്ല എന്ന് ഹൃദയത്തിൽ യാതൊരു ശങ്കയുമില്ലാതെ പറയുന്ന ആ ഒരു അനുഭവം. തൻ്റെ തന്നെ ജീവിതത്തെ കാത്തു സൂക്ഷിക്കാൻ, തൻ്റെ തന്നെ ആ സുരക്ഷയെ മുൻനിർത്തി ജീവിക്കുന്ന ഒരു പത്രോസ്. പ്രിയമുള്ളവരെ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളാണ്. നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണെന്ന് പറയുമ്പോഴും എത്രയോ തവണ എനിക്ക് നിന്നെ അറിയില്ല എന്ന് നാം ഒക്കെ പറഞ്ഞിട്ടുണ്ടാകും. എനിക്ക് നീയുമായി യാതൊരു ബന്ധവുമില്ല എന്ന് നാം ഒക്കെ നമ്മുടെ ജീവിതത്തിലൂടെ എത്രയോ തവണ പ്രകടിപ്പിച്ചിട്ടുണ്ടാകും. അതൊക്കെയാണ് ഈ മനുഷ്യൻ്റെ ജീവിതം നമ്മെ ഓർമ്മപ്പെടുത്തുക. പക്ഷേ പിന്നീട് ആ ജീവിതത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ പ്രിയമുള്ളവരെ, വലിയ പ്രതീക്ഷയുടെ, വലിയ ദൈവാശ്രയ ബോധത്തിൻ്റെ ഒരു തലത്തിലേക്ക് ആ ജീവിതം നമ്മെ ഉയർത്തും, ആ ജീവിതം നമ്മെ വളർത്തും. കാരണം യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ പത്രോസിൻ്റെ ക്രിസ്തുവിലേക്കുള്ള ഒരു തിരിച്ചുവരവ് നമ്മൾ കാണുന്നുണ്ട്. യേശു ആ മനുഷ്യന് രണ്ടാമതൊരവസരം നൽകുകയാണ്. രണ്ടാമതൊരവസരം നൽകുന്നത് വളരെ മനോഹരമായി ഉപയോഗിച്ച് ദൈവസ്നേഹം ഉള്ളിൽ നിറച്ച് കത്തിജ്വലിക്കുന്ന ഒരു പത്രോസിനെയാണ് പിന്നീടുള്ള വിശുദ്ധ ഗ്രന്ഥഭാഗങ്ങളിൽ മുഴുവൻ നമ്മൾ കാണുക. യേശുവിൻ്റെ അരികിലേക്ക് വിളിച്ചു ചേർത്ത് നിർത്തി ദൈവം അവനോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്: പത്രോസേ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? മറ്റെന്തിനേക്കാൾ അധികമായി, മറ്റാരേക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? പത്രോസ് പറഞ്ഞു, ഉവ്വ് കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. 3 പ്രാവശ്യം അതേ ചോദ്യം യേശു ആവർത്തിക്കുകയാണ്. ഒരുപക്ഷെ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞ മനുഷ്യന് 3 പ്രാവശ്യം ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് ഏറ്റുപറയാൻ ലഭിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ചില നിമിഷങ്ങളാണ്. 3-ാമത്തെ തവണ അത് പറഞ്ഞു പൂർത്തിയാക്കാൻ കഴിയാതെ പത്രോസ് ദുഃഖിതനായി എന്ന് വചനം പറയും.
അത് ഒരു മുറിപ്പാടല്ല, അത് നിരാശയുടെയോ ഭയപ്പാടിൻ്റെയോ ദുഃഖമല്ല, മറിച്ച് ആ മനുഷ്യൻ ദൈവ സാന്നിധ്യത്തിൽ നിന്ന് കണ്ണുനീർ പൊഴിച്ചിട്ടുണ്ടാകും. ദൈവത്തിൻ്റെ മുൻപിൽ താൻ തള്ളിപ്പറഞ്ഞ, അറിയില്ലെന്ന് പറഞ്ഞ, മാറ്റി നിർത്തിയ ക്രിസ്തുവിൻ്റെ മുൻപിൽ കണ്ണുനീർ പൊഴിക്കുന്ന പത്രോസിൻ്റെ ഒരു ചിത്രമാണ് യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം അവതരിപ്പിക്കുക. എത്രയോ മനോഹരമായ ഒരു സംഭവം. സ്നേഹമുള്ളവരെ, ഇതുപോലെ രണ്ടാമതും മൂന്നാമതും ഒക്കെ അവസരങ്ങൾ നൽകി നമ്മെ ചേർത്ത് നിർത്തുന്ന ഒരു ദൈവത്തെ നാം എന്തുകൊണ്ടാണ് വീണ്ടും വീണ്ടും മറക്കുന്നത്? ഇങ്ങനെ എത്രയോ അവസരങ്ങൾ നമുക്കൊക്കെ അവിടുന്ന് നൽകിയിട്ടുണ്ട്. അപ്പസ്തോല പ്രവർത്തനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പത്രോസിൻ്റെ ജീവിതം കൂടുതൽ ദൈവികമായി, കൂടുതൽ സ്വർഗോന്മുഖമായി മാറുന്നത് നമ്മൾ കാണും. കാരണം ഭയപ്പെട്ടിരുന്ന പത്രോസ്, കുരിശിനെ വേണ്ടെന്ന് പറഞ്ഞ പത്രോസ് പുറത്തേക്ക് ഇറങ്ങുകയാണ്. പരിശുദ്ധാത്മാവ് നിറഞ്ഞ മനുഷ്യനായാണ് പുറത്തേക്ക് വരുന്നത്. ഒരു കാര്യം മാത്രം പ്രഘോഷിക്കാൻ: നിങ്ങൾ കുരിശിൽ തൂക്കി കൊന്ന ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു, അവൻ ഇന്നും ജീവിക്കുന്നു എന്ന് ഈ ലോകത്തോട്, തൻ്റെ ചുറ്റുമുള്ള മനുഷ്യരോട് പ്രഘോഷിക്കാനായി പുറത്തേക്ക് വരുന്ന പത്രോസ്, ആ മനുഷ്യന് സംഭവിക്കുന്ന മാനസാന്തരം, ആ മനുഷ്യന് സംഭവിച്ച ആ വലിയ മാറ്റം കണ്ട് ലോകം മുഴുവൻ അത്ഭുതപ്പെടുകയാണ്. കാരണം ആദ്യത്തെ വചനപ്രഘോഷണത്തിൽ തന്നെ, ആദ്യമായി യേശുവിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ 3000-ഓളം ആളുകൾ മാനസാന്തരപ്പെട്ട് ദൈവത്തോട് ചേർന്ന് നിന്ന് മാമോദീസ സ്വീകരിച്ചു എന്ന് അപ്പസ്തോല പ്രവർത്തനങ്ങൾ കുറിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ദൈവത്തിൽ നിന്നും അകന്നുപോയ ആ മനുഷ്യൻ ഒരു തവണ കൊണ്ട്, ഒറ്റത്തവണ വചനപ്രഘോഷണം കൊണ്ട് ഇതാ ഒരുപാട് ആളുകളെ, ആയിരക്കണക്കിന് ആളുകളെ ദൈവത്തോട് ചേർത്ത് നിർത്തുന്ന വ്യക്തിയായി മാറുന്നു. വീണ്ടും അപ്പസ്തോല പ്രവർത്തനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ കാണുന്ന മനോഹരമായ ഒരു കാര്യം 5-ാമത്തെ അധ്യായത്തിലാണ്. ആളുകൾ, രോഗികളായവരെ, പൈശാചിക ബാധയുള്ളവരെയൊക്കെ തെരുവുകളിൽ കൊണ്ടുവന്ന് കിടത്തുമായിരുന്നു എത്രേ. എന്തിനാണ് അവരെയെല്ലാം തെരുവുകളിലേക്ക് കൊണ്ടുവന്നിരുന്നത്? ഒരേ ഒരു കാര്യത്തിന് വേണ്ടി: പത്രോസ് നടന്നു പോകുമ്പോൾ ആ മനുഷ്യൻ്റെ നിഴലെങ്കിലും ഇവരിൽ ഒന്ന് വീഴണം എന്നാഗ്രഹിച്ച്, ഈ രോഗികളായവരിൽ, ഈ തിന്മയുടെ സ്വാധീനത്തിൽപ്പെട്ടവരിൽ പത്രോസിൻ്റെ നിഴലെങ്കിലും ഒന്ന് വീഴണം എന്ന് ആ മനുഷ്യരൊക്കെ ആഗ്രഹിച്ചു. പ്രിയമുള്ളവരെ, ആ നിഴൽ ആ രോഗികളുടെ മേൽ പതിക്കുന്ന നിമിഷം, ആ നിഴൽ ഈ തിന്മയുടെ സ്വാധീനമുള്ള മനുഷ്യരുടെ മേൽ പതിക്കുന്ന നിമിഷം, അവരെല്ലാം സൗഖ്യം നിറഞ്ഞവരായി, അവരെല്ലാം സ്വാതന്ത്ര്യം അനുഭവിക്കുന്നവരായി മാറുന്ന വലിയ അത്ഭുതമാണ് പത്രോസ് വഴി ദൈവം പ്രവർത്തിക്കുക. എത്രയോ മനോഹരമായ, എത്രയോ ദൈവാനുഗ്രഹം നിറഞ്ഞ ഒരു ജീവിതമായി ആ മനുഷ്യൻ്റേത് മാറുകയാണ്. അതായത്, ചിന്തിക്കുമ്പോൾ നമുക്ക് പറയാൻ കഴിയും, നിഴലിൽ പോലും പരിശുദ്ധാത്മാവ് നിറഞ്ഞ, ക്രിസ്തു നിറഞ്ഞ ഒരു വ്യക്തിയായി പത്രോസ് രൂപാന്തരപ്പെട്ടു. അപ്പസ്തോല പ്രവർത്തനങ്ങളുടെ 4-ാം അധ്യായം 13-ാം തിരുവചനം. വചനം പറയുന്നു: പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും ധൈര്യം കാണുകയും അവർ വിദ്യാവിഹീനരായ സാധാരണ മനുഷ്യരാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ അവർ അത്ഭുതപ്പെട്ടു. അവർ യേശുവിനോട് കൂടെ ഉണ്ടായിരുന്നവരാണെന്ന് ഗ്രഹിക്കുകയും ചെയ്തു. വചനം ഇതാണ് പറയുക: അവർ യേശുവിനോട് കൂടെ ഉണ്ടായിരുന്നവരാണെന്ന് ഈ ജനം ഗ്രഹിച്ചു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ, നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ മാറ്റം വരുത്തുന്നത് ഒന്നു മാത്രമാണ്: യേശുവിനോട് കൂടെയായിരിക്കുക എന്ന ആ സത്യം. യേശുവാണ് ഒരു മനുഷ്യൻ്റെ ജീവിതം ഒരു തലത്തിൽ നിന്നും മറ്റൊരു തലത്തിലേക്ക് ഉയർത്തുന്നത്. അതാണല്ലോ പത്രോസ് തന്നെ കുറിച്ചു വച്ചിരിക്കുക. 1-ാം ലേഖനം, പത്രോസിൻ്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 6-ാം തിരുവചനം: കർത്താവിൻ്റെ ശക്തമായ കരത്തിൻ കീഴെ താഴ്മയോടെ നിൽക്കുക, അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. പത്രോസിന് വളരെ വലിയ ഉറച്ച ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ മനുഷ്യൻ അങ്ങനെ കുറിച്ചു വച്ചിരിക്കുക, അങ്ങനെ നമ്മെ ഓർമ്മിപ്പിക്കുക. പ്രിയമുള്ളവരെ, ഇത്രയധികം ബലഹീനതകളും ഇത്രയധികം കുറവുകളുമുള്ള ഒരു വ്യക്തിയെ നോക്കിയാണ് യേശു ആദ്യം പറഞ്ഞത്: നീ പാറയാണ്, നീ പാറയാണ്, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭ സ്ഥാപിക്കും, നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. അതായത്, നമ്മൾ ഉറപ്പിക്കേണ്ട,
നമ്മൾ ഉള്ളിൽ നിറയ്ക്കേണ്ട ഒരു ബോധ്യം ഇതാണ്: ദൈവം കൂടെയുള്ളപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിയും. ദൈവം കൂടെയുള്ളപ്പോൾ നമ്മുടെ ജീവിതം അവിശ്വസനീയമായ തലങ്ങളിലേക്ക് ഉയർത്തപ്പെടും. അതാണ് ഈ മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിച്ചത്. കൂടാതെ വചനം നമ്മെ ഓർമ്മിപ്പിക്കും, ദൈവം നമ്മുടെ ഭൂതകാലത്തിലേക്കോ ഒരുപക്ഷെ നമ്മുടെ വർത്തമാനകാലത്തിലേക്കോ അല്ല കൂടുതൽ ശ്രദ്ധ വയ്ക്കുന്നത്, മറിച്ച് നമ്മുടെ ഭാവിയിലേക്കാണ്. നമ്മുടെ വർത്തമാനകാലത്തിൽ നമ്മൾ പരിശുദ്ധരായി ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, ദൈവം നമ്മുടെ ഭാവി കാണുന്നവനാണ്. ഭാവിയിൽ ഈ മനുഷ്യൻ, ഈ വ്യക്തി എന്നോട് എപ്രകാരം ചേർന്ന് നിൽക്കും, എനിക്ക് അവനെ എപ്രകാരം വിനിയോഗിക്കാൻ കഴിയും എന്ന് ദൈവത്തിന് കൃത്യമായി വ്യക്തമായി അറിയാം. അവിടുത്തേക്കൊരു പദ്ധതിയുണ്ട്. അതുകൊണ്ടാണ് ആദ്യം കണ്ട മാത്രയിൽ പത്രോസിനോട് അവിടുന്ന് പറഞ്ഞത്, നീ ഉറപ്പുള്ള ഒരു മനുഷ്യനാണ്, നീ പാറയാണ്. ഒരുപക്ഷെ ചുറ്റും നിന്നവർ, പത്രോസിനെ അറിയുന്ന വ്യക്തികൾ, അവരാരും ഈ ഒരു വാക്ക് വിശ്വസിച്ചിട്ടുണ്ടാകില്ല. പക്ഷേ ദൈവം എല്ലാം അറിഞ്ഞു. അവിടുന്ന് എല്ലാം ആ മനുഷ്യന് വേണ്ടി ഒരുക്കി. പാരമ്പര്യം നമ്മോട് പറയും പത്രോസ് എപ്രകാരമാണ് മരണപ്പെട്ടത് എന്ന്. പത്രോസ് ക്രൂശിതനായി മരണപ്പെട്ടു. കുരിശിൽ തറയ്ക്കാനായി ചുറ്റുമുള്ള ആളുകൾ വന്നപ്പോൾ പത്രോസ് ഒരു കാര്യം മാത്രമേ അവരോട് പറഞ്ഞുള്ളൂ: എനിക്ക് എൻ്റെ ഗുരുവിനെ പോലെ മരിക്കാനുള്ള യോഗ്യതയില്ല. അതുകൊണ്ട് നിങ്ങൾ എന്നെ ശിരസ്സു കീഴായി കുരിശിൽ തറയ്ക്കണം. പ്രിയമുള്ളവരെ, അങ്ങനെ ശിരസ്സു കീഴായി ഒരുപാട് വേദന ഏറ്റുവാങ്ങിയാണ്, ഒരുപാട് സഹനത്തിലൂടെ കടന്നുപോയാണ് പത്രോസ് അവസാനം യേശുവിന് ജീവിതം കൊണ്ട് സാക്ഷ്യം നൽകിയത്. കുരിശിനെ ഭയപ്പെട്ട, കുരിശ് വേണ്ടെന്ന് പറഞ്ഞ, കാൽവരിയിലേക്കൊപ്പം യാത്ര ചെയ്യാൻ മടിച്ചു നിന്ന ഒരു വ്യക്തി എപ്രകാരമാണ് രൂപപ്പെടുന്നതെന്ന്, എപ്രകാരമാണ് മാറ്റപ്പെടുന്നതെന്ന് അത്ഭുതത്തോടു കൂടിയേ നമുക്ക് കണ്ടു നിൽക്കാൻ കഴിയുകയുള്ളൂ. അവസാനം കുരിശിനെ വാരിപ്പുണർന്ന് സന്തോഷത്തോടു കൂടി ആ മനുഷ്യൻ ഈ ലോകത്തു നിന്നും യാത്രയായി. ഇപ്രകാരമാണ് അപ്പസ്തോല പ്രവർത്തനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ വായിക്കുക. കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടപ്പോൾ, വേദനകളിലൂടെ കടന്നുപോയപ്പോൾ അവരെല്ലാം അത്യധികം സന്തോഷിച്ചു. കാരണം തങ്ങൾ ഈ ഏറ്റുവാങ്ങുന്ന മുറിപ്പാടുകളെല്ലാം യേശുവിന് വേണ്ടിയാണ്, യേശുനാമത്തിന് വേണ്ടിയാണ്. പ്രിയമുള്ളവരെ, യേശുവിൻ്റെ മുൻപിൽ നിന്ന് നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണെന്ന് ഹൃദയം തുറന്ന് പറയാൻ കഴിയുന്നുണ്ടെങ്കിൽ, എത്ര ബലഹീനതകളുണ്ടെങ്കിലും, എത്ര പോരായ്മകളും കുറവുകളും ഉണ്ടെങ്കിലും ദൈവം നമ്മെ ഉയർത്തും, ദൈവം നമ്മെ വഴി നടത്തും. പത്രോസിൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ അത് മാത്രമാണ് നമുക്ക് നമ്മുടെ ഹൃദയത്തിലേക്ക് ചേർത്ത് വയ്ക്കാൻ കഴിയുക. പത്രോസ് യേശുവിൻ്റെ അരികിലേക്ക് കടന്നു വന്നപ്പോൾ നമ്മിൽ ആരെയും പോലെ ഒരു സാധാരണ വ്യക്തിയായിരുന്നു. ദൈവം രൂപപ്പെടുത്തി, ദൈവം കരം വെച്ച് അനുഗ്രഹിച്ചു. നമ്മുടെ ജീവിതത്തിലും ഇത് സംഭവിക്കട്ടെ. എളിമയോടുകൂടി ബലഹീനതകളെ, കുറവുകളെ, പോരായ്മകളെ തമ്പുരാൻ്റെ തൃപ്പാദത്തെങ്കിലേക്ക് നമുക്ക് നൽകാം. അവിടുന്ന് കരം പിടിച്ച് ഉയർത്തും. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.